അസ്സലാമു അലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപഴവും ഗോതമ്പ് മാവും വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇത് മീതെ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇത് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 4 ചെറുപഴം, നമ്മുടെ രസകദളി പഴങ്ങൾ, അതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് റോബസ്റ്റ പഴം എടുക്കാം, പൂവമ്പഴം എടുക്കാം, ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ രസകദളി പഴം ഞാൻ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 പഴവും ഞാൻ തൊലി കളഞ്ഞിട്ട് നമ്മളെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചോ മാഷർ വെച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മാഷർ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാഷർ വെച്ച് ഞാൻ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടേ. പഴം ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 3-4 ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴവും പഞ്ചസാരയും തമ്മിൽ നന്നായിട്ടൊരു സ്പൂൺ വെച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും പഴവും കൂടി തമ്മിൽ മിക്സ് ആകുമ്പോൾ ബാറ്റർ ഒന്നും കൂടി ലൂസാവുമേ. അപ്പോൾ പഴവും പഞ്ചസാരയും തമ്മിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റോസ്റ്റഡ് ആയിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത റവയായിരുന്നാലും വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഴവും നമ്മുടെ റവയും തമ്മിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഞാൻ പകുതി മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലൊട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതാ കുറച്ച് മാവും കൂടി ബാക്കി മാവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ മാവ് ഒന്ന് ഇട്ടാൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിലോടെ വീഴുന്ന പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അഥവാ ഒന്ന് ടൈറ്റായാൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പസോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയോ അപ്പച്ചട്ടിയോ അടുപ്പത്ത് വയ്ക്കുക. ഞാനിവിടെ അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കൈയൊന്ന് വാഷ് ചെയ്തിട്ട് ഈ ബാറ്ററിൽ നിന്ന് നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുളകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു 5 എണ്ണം വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് ഇത് നന്നായിട്ടൊന്ന് പതുക്കെ തന്നെ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. തീ കൂട്ടി വെച്ച് പൊരിച്ചെടുത്താൽ പെട്ടെന്ന് ബ്രൗൺ കളറാവുകയും ഉള്ളൊന്നും വേവുകയും ഇല്ല. അതുകൊണ്ടാണ് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. ഇട്ട് കൊടുക്കുന്ന 1 മിനിറ്റ് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്ത് ഇത് പതുക്കെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇത് വൈകുന്നേരത്തെ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. പിന്നെ ഞാലിപ്പൂവൻ പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു പലഹാരമാണ്. പിന്നെ നമ്മളിതിൽ അപ്പസോഡ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴച്ചെടുത്താൽ ഉടൻ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് പുലർന്ന് കാണിച്ചു തരാം. മീതെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു പലഹാരമാണ്. കണ്ടില്ലേ, ആവി പറക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള 3-4 ചേരുവകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.